സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള ബുദ്ധിമുട്ടുകളും മറ്റുള്ളവർ അനുഭവിക്കുന്ന കഷ്ടങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു റിയാക്ഷനാണ്. എന്തിനുള്ള റിയാക്ഷനാണ്? അത് നമുക്കറിയാം, കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധി. ഞാൻ ഈ ഒരു വിഷയം എടുത്ത് ചർച്ച ചെയ്യേണ്ടെന്ന് വിചാരിച്ചൊരു വിഷയമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയൊക്കെ ഉണ്ട്. ഒരു വ്യക്തിയെ കുറ്റം പറയാനുള്ള അവകാശമൊന്നും നമുക്ക് ആർക്കുമില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയും ഒരുപാട് യൂട്യൂബർമാർ ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രേണു സുധി ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു, രേണു സുധി ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാനിത് റിയാക്ട് ചെയ്യേണ്ട ഒരു വിഷയമല്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയം നമ്മളെടുത്ത് വെറുതെ അവരെ കരിവാരത്തേക്കാനായിട്ട് എന്തിനാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ വിട്ടിരുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാന കാരണം, നമുക്കറിയാം കൊല്ലം സുധി എന്ന് പറയുന്ന അതുല്യനായ കലാകാരൻ, ആ കലാകാരൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു സ്വന്തമായിട്ടൊരു വീട്, കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ളൊരു വീട് പണിയണമെന്നുള്ളൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സബലീകരിക്കും മുൻപ് തന്നെ അദ്ദേഹത്തിനെ വിധി കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹം ആ കാർ ആക്സിഡന്റിൽ മരണപ്പെടുകയുണ്ടായി. പിന്നീട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സഹായിക്കുന്നതിനായിട്ട് സഹായ ഹസ്തങ്ങൾ പല വഴിക്കൂടെയും വന്നു. പള്ളിയിലച്ഛനൊക്കെ സ്ഥലം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ആ വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊരു ടീം വരികയും ആ വീട് നല്ല രീതിയിൽ തന്നെ പണിത് കൊടുക്കുകയൊക്കെ ചെയ്തു. വലിയൊരു വീട്, നല്ല രീതിയിലൊരു വീട് പണിത് കൊടുത്തു. പിന്നീട് അതിനുശേഷം രേണു സുധിയുടെ പല ഇൻ്റർവ്യൂവും ആ വീട്ടിലിരുന്ന് കാണാനിടയുണ്ടായി. അതിനുശേഷം രേണു സുധിയുടെ ഷോർട്ട് ഫിലിംസിൻ്റെ റീൽസ്, ഷോർട്ട് ഫിലിംസ്, വിവാഹിതയാകാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു. അപ്പോൾ ഡെയിലി വിമർശനങ്ങൾക്ക് അതീതയായിക്കൊണ്ട്, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രേണു സുധി എന്ന് പറയുന്ന സുധിയുടെ ഭാര്യ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ കൂടി ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഈ രേണു സുധി തന്നെയായിരിക്കും. അത് തന്നെയാണ് സംഭവം. ഒരുപാട് യൂട്യൂബർമാർ അവരെ പറ്റി പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ മോശമാണെന്നുള്ള രീതിയിലൊക്കെ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അതിനെതിരെ അവർ കേസ് കൊടുക്കാനൊക്കെ പോയി. അനന്തു അതിലെന്നൊക്കെ പറയുന്ന പയ്യന്മാർ ഇവർക്കെതിരെ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. ഇവരതിന് കേസ് കൊടുക്കാൻ പോയി, സ്റ്റേഷനിൽ നിന്ന് വലിയ നീതിയൊന്നും കിട്ടിയില്ല. പിന്നീട് അതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ രേണു സുധിക്ക് വീട് പണിത് കൊടുത്ത വളരെ നല്ല രീതിയിൽ തന്നെയാണ് വീട് പണിത് കൊടുത്തത്. രേണു സുധി എന്ന് ഞാൻ പറയുന്നില്ല, രേണു. കാരണം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് നമ്മൾ ഇതിൽ എപ്പോഴും വലിച്ചേണ്ട ആവശ്യമില്ല. പല യൂട്യൂബർമാരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഇനി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ അവഹേളിക്കുമ്പോൾ അദ്ദേഹത്തിനെ കൂടിയാണ് അവഹേളിക്കുന്നത്. അതുകൊണ്ട് ആ പേര് ഞാൻ അവിടെ പറയുന്നില്ല, രേണു. അപ്പോൾ ഈ രേണു ചെയ്യുന്നത് എന്താണ്? അവർ വീട് കിട്ടി, വീട് നല്ല രീതിയിൽ പണിത് കൊടുത്തു. ആ വീട്ടിൽ എല്ലായിടത്തും സുധിച്ചേട്ടൻ്റെ ഫോട്ടോയാണ്, എല്ലായിടത്തും സുധിച്ചേട്ടൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂവിലൊക്കെ പറയുകയും വളരെ ഓടി നടന്ന് എല്ലാവരോടും പറയുകയാണ് എല്ലായിടത്തും എൻ്റെ സുധിച്ചേട്ടനാണെന്ന് പറയുകയും ചെയ്തൊരു രേണു പിന്നീട് ചെയ്തത് ആ വീടിനെ അലങ്കോലമാക്കി. ആ വീടിനൊരു വീടിൻ്റേതായിട്ട്, ഒരു വീടെന്ന് പറയുമ്പോൾ നമ്മൾ അത് പണി ചെയ്ത ഒരാൾ പറയുന്നുണ്ട്, എന്തും വൃത്തിയോടുകൂടി സൂക്ഷിച്ചെങ്കിലേ അതെന്നും നിലനിൽക്കത്തുള്ളൂ, വീട് നിൽക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ വൃത്തിഹീനമാക്കി ഇട്ടിട്ട് ആ വീട് ഇങ്ങനെയായിരുന്നു, പണിത് വന്ന ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വൃത്തികെട്ട സ്വഭാവമല്ലേ? അപ്പോൾ അതാണ് രേണു സുധി ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ കൊണ്ട് വേറൊരു വീഡിയോ ആണ്. കിച്ചു എന്ന് പറയുന്ന പയ്യൻ, അതായത് സുധിച്ചേട്ടൻ്റെ മകനായിട്ടുള്ള കിച്ചു, ആ പയ്യൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, കിച്ചു RD എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവനൊരു വ്ളോഗ് ചെയ്തതാണ്, ഇപ്പം ട്രെൻഡിങ് ആണ്. ആ വ്ളോഗിന് തന്നെ 14 ലക്ഷത്തിന് മുകളിൽ വ്യൂ ഉണ്ട്, അത്യാവശ്യം സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുണ്ട് പയ്യന്. അപ്പോൾ ഇവൻ ചെയ്ത വ്ളോഗിൽ കൂടിയാണ് രേണു സുധി എന്ന് പറയുന്ന ആ സ്ത്രീയെ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായത്. എന്തുകൊണ്ടാണ്? ഈ രേണു സുധിക്ക് പണിത് കൊടുത്ത വീട്, ആ വീടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള അവൻ ചെയ്ത വ്ളോഗിലുണ്ട്. അവൻ ശരിക്കും പറഞ്ഞാൽ ആ വീടിൻ്റെ അവസ്ഥ കാണിക്കാൻ പോയതാണോ എന്നൊന്നും അറിയില്ല. അവൻ എന്തായാലും പോയപ്പോൾ കവർ ചെയ്ത വീഡിയോയിലെല്ലാം ആ വീടിൻ്റെ അവസ്ഥയുണ്ട്. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ഈ കുടുംബത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്കും എല്ലാം ഈ ഒരു കാര്യം കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ രേണു എന്ന് പറയുന്ന ആള് സുധിച്ചേട്ടൻ്റെ പേര് പറഞ്ഞുകൊണ്ടൊരു സിമ്പതിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത്ര നാൾ നടന്നതെന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാവുന്നത്. കാരണം എന്ത് പറഞ്ഞാലും അതിനൊപ്പം സുധി എന്ന് പറയുന്ന പേരും ചേർത്തുകൊണ്ട് വലിയ പ്രഹസനങ്ങളൊക്കെ നടത്തിയ ഒരാളാണ്. ഇനി ഉള്ളിലുള്ളത് ശരിക്കും സ്നേഹമാണെങ്കിലും അത് സ്നേഹമാണെന്ന് നമുക്ക് തോന്നാത്ത തരത്തിലാണ് ഇങ്ങനത്തെ പ്രവർത്തികൾ കാണുന്നത്. കാരണം അങ്ങനെ ഒരു വീട് കിട്ടിയപ്പോൾ, ആ സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ഒരു വീട് കിട്ടിയപ്പോൾ ഇതിനെ നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടതിന് അല്ലെങ്കിൽ നോക്കി പരിപാലിക്കേണ്ടതിന് പകരം കുടുംബത്തിലുള്ള എല്ലാവരും കയറി അട്ടിയടിക്ക് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വീടിൻ്റെ ലുക്ക് പോവും, വീട് നശിച്ചു പോവും. എന്നാലും അതിൽ ഞാൻ കണ്ടൊരു വേറൊരു ഭാഗം, ആ സുധി പരിപാടിക്ക് പോയി സുധിക്ക് കിട്ടിയ എല്ലാ സമ്മാനങ്ങളും കട്ടിലിനടിയിൽ കയറ്റി വെച്ചിരിക്കുന്നു. എന്നിട്ട് രേണു സുധിക്ക് കിട്ടിയ, അല്ലെങ്കിൽ രേണുവിന് കിട്ടിയതെല്ലാം ഫ്രണ്ടിൽ ഒരു മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. 5-6 ട്രോഫി ഉണ്ട്. എന്തിനു കിട്ടിയെന്ന് അറിയില്ല. നല്ല അഭിനയ കുലപതിയാണല്ലോ. മഞ്ജു വാര്യരേക്കാൾ, കാവ്യമാധവനേക്കാൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മോളിവുഡിൽ ഇത്രയും വലിയ അഭിനേതാവായിട്ടുള്ള ഒരാൾ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതിന് കിട്ടിയ ട്രോഫിയാണ്. ആ ട്രോഫികളെല്ലാം ഫ്രണ്ടിൽ നിരത്തി വെച്ചിട്ട് സുധിയുടെ ട്രോഫിയെല്ലാം കട്ടിലിനടിയിൽ, അതും ചാക്കൽ പൊതിഞ്ഞും പേപ്പറിലും അലക്ഷ്യമായിട്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. സുധിയുടെ ഓർമ്മകളെല്ലാം
കട്ടിലിനടിയിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണ്. സുധിയെ പറ്റി പറയുമ്പോൾ എല്ലായിടത്തും ഒതുക്കി വെക്കും. എന്നിട്ട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഈ രേണുസുധിക്ക് പറയാനൊക്കെ ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീടിനെ പറ്റിയും അതേപോലെ തന്നെ ഈ രേണുസുധി ഈ പറയുന്ന ഈ ട്രോഫിയൊക്കെ എടുത്ത് അടിയിൽ വെച്ചതും ഈ സുധിയുടെ എല്ലാ ഓർമ്മകളും കട്ടിലിനടിയിലേക്ക് തട്ടിക്കയറ്റി പൊടിയടിച്ച് കിടക്കുന്നതിനെ പറ്റിയൊക്കെ രേണുസുധിക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീട് പണിത് കൊടുത്ത ആളുകൾക്ക് എന്താണ് രേണുവിനെ പറ്റി പറയാനുള്ളതെന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കിച്ചു എന്ന് പറയുന്ന ആ പയ്യൻ അവനിട്ടിരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അവൻ ഋതാപ്പനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഇളയ അനിയനാണ്. അപ്പോൾ അവനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ വീട്ടിലേക്ക് പോവുകയും അതിനുശേഷം അവനവിടെ ചെന്നിട്ട് എടുക്കുന്ന വീഡിയോയുടെ വിഷ്വൽസ് ഒക്കെയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഞാനും വരട്ടെ. ഇതാണോ ഋതപ്പൻ്റെ റൂം? ഇതാണോ ഋതപ്പൻ്റെ റൂം അല്ലേ? ഇതാണോ? ഫോട്ടോ കാണിച്ച എന്തോ നീ തപ്പുന്ന? ആരുടെ? എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി. 10,000 ട്രോഫികളുണ്ടോ? ഓഹോ. ഫുഡ് കഴിച്ചോ? ആ. ഓഹോ. അമ്മച്ചന്റെ ഒരു ഫോട്ടോ കല്യാണം കഴിക്കും. ഓഹോ. ഞാൻ പണ്ട് വയറ്റിലായിരുന്നപ്പോ കല്യാണം കഴിക്കുന്നതാ. കണ്ടില്ലേ ആ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? അതൊരു വീടാണോ ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി ഒരു അവതാരകൻ ചോദിക്കുമ്പോൾ രേണുസുധി പറയുന്നൊരു മറുപടിയുണ്ട്. ആ രേണുസുധി പറയുന്ന മറുപടി വ്യത്യസ്തമായിട്ടൊരു മറുപടി തന്നെയാണ് കേട്ടോ. ഒരു വല്ലാത്ത നല്ലൊരു മറുപടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന രേണുസുധിക്ക് വീട് പണിത് കൊടുത്ത ആൾ അതിനെപ്പറ്റി എന്താണ് പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം. ആദ്യം ഈ രേണുസുധിക്ക് ഇതിനെതിരെ എന്താണ് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന പയ്യൻ അവൻ പോകുന്നത് വേറെ ഏതൊരു ഓടിട്ടൊരു വീട്ടിൽ നിന്നാണ്. വാടക വീടാണെന്ന് തോന്നുന്നു. അതോ ഇനിയും അമ്മൂമ്മയുടെ ആരുടെ വീടാണെന്ന് അറിയില്ല. അപ്പോൾ ആ വീട്ടിൽ നിന്ന് അവൻ പോകുന്നത് രേണുസുധിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നതെന്നാണ് ഞാൻ ഈ ചിന്തിക്കുന്നത്. കിച്ചു മോന് വേണ്ടിയിട്ട് ഒരു റൂം ഞാൻ പണിതിട്ടുണ്ട്. അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള റൂമാണിത്. സുധിച്ചേട്ടൻ അവന് വേണ്ടി പ്രത്യേകം പണിയണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂമാണ്. അങ്ങനെ പണിത് കൊടുത്തൊരു റൂമാണ് ഇതെന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂവിൽ ഈ രേണുസുധി കാണിക്കുന്നത്. ഞാൻ ഈ സൈഡിൽ ആ വീഡിയോ പ്ലേ ചെയ്യാം. അങ്ങനെ കാണിക്കുന്ന ഒരു റൂം അവനപ്പോൾ ആ വീട്ടിൽ അവന് നിൽക്കാനുള്ള അവസ്ഥ ഇല്ലേ, അല്ലെങ്കിൽ അവൻ ആ വീട്ടിൽ നിൽക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. ഈ വീഡിയോയുടെയൊക്കെ മുന്നിൽ വന്നിട്ട് വലിയ പ്രഹസനങ്ങൾ നടത്തുകയും പിന്നീട് അതിനുശേഷം വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ നീ നിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് തള്ളി വിടുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും ഒരു പക്ഷേ ഇവിടെ രേണുസുധിയും ചെയ്തിട്ടുണ്ടാവുക. ഇനി അവരങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവർ നല്ലൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ചെറ്റത്തരം തന്നെയാണ്. രേണുസുധി അല്ലെങ്കിൽ സുധി എന്നുള്ളൊരു പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സിമ്പതിയും പിടിച്ചു പറ്റി മറ്റുള്ളവരുടെ കാശും വാങ്ങിയിട്ട് ജീവിക്കുന്ന തരത്തിലേക്ക് ആയിപ്പോവും. അപ്പോൾ ഇതിൽ സുധിയുടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സുധിച്ചേട്ടൻ്റെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ചാക്കിൽ കെട്ടിയതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ രേണുസുധിക്ക് പറയാനുള്ള മറുപടി എന്താണെന്ന് കേട്ട് നോക്കാം. വ്യത്യസ്തമായിട്ടുള്ളൊരു മറുപടിയാണ്. അത് കേട്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. അവാർഡ് ചാക്കി കെട്ടിയെന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ നടക്കുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതെന്താ വെച്ചാൽ മൂത്ത മോൻ അവൻ്റെ വ്ളോഗ് ജസ്റ്റ് എടുത്തായിരുന്നു വീട്ടിൽ. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായതുകൊണ്ട് ഇപ്പം ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ അറിഞ്ഞു പോലുമില്ല. അപ്പം പെട്ടെന്ന് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാം തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ്, കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് പോട്ടെ, അത് പെട്ടെന്ന് വന്ന് രണ്ടുപേരെടുത്തു. അത് അവാർഡ്, എൻ്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചിച്ചേണ്ട അവാർഡെല്ലാം എടുത്തു. ഞാൻ അറിഞ്ഞു പോലുമില്ല. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ അവൻ്റെ അടുത്ത് പറയുകയുള്ളായിരുന്നു. അവൻ വന്നിട്ട് മൂത്തമ്മ വന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങ് പോയി. ഞാൻ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടല്ലേ, അത് അങ്ങനെ കിടക്കുകയുള്ളൂ. അതായത് ഈ സുധിക്ക് കിട്ടിയ ആദരവിൻ്റെ സൂചകമായിട്ടുള്ള എല്ലാ സാധനങ്ങളോടും അനാദരവ് കാണിച്ചിട്ട് വന്നിരുന്ന് പറയുകയാണ്, ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്തേനെന്ന്. ഇതൊരു കഷ്ടമാണല്ലേ. രേണു എന്ന് പറയുന്ന സ്ത്രീ എപ്പോഴും സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും ഇവരുടെയൊക്കെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആളുകൾ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ പ്രവർത്തികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാണ് സഹായിക്കാൻ മുന്നിലേക്ക് നിൽക്കുക? ഒരു പണിത് കൊടുത്തൊരു വീട്, ആ വീടിനെ കുറ്റം പറയുന്നത് ഈ ഒരു വീഡിയോയിലുണ്ട്. ആ വീട്ടിൽ അതിന് കണ്ടെത്തിയൊരു കാരണമാണ്, ചാക്കിൽ കെട്ടി സൂക്ഷിച്ചതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ വെള്ളം തെറിക്കും. വെള്ളം തെറിച്ചാലോ ഈ ട്രോഫിയൊക്കെ നനഞ്ഞങ്ങ് പോയാലോ, കുതിർന്നു പോയാലോ, അതുകൊണ്ട് പേടിച്ചൊരു കട്ടിലടി വെച്ചാണെന്ന്. ഇത് വീടായാലും വസ്തുവായാലും പരിസരങ്ങളായാലും എല്ലാം വളരെ വൃത്തിയിൽ വേണമെന്ന് ധാർഷ്ട്യമുള്ള, അല്ലെങ്കിൽ അത് ആ വൃത്തിയിൽ തന്നെ സൂക്ഷിക്കുന്ന ആളുകളാണ് ഈ സ്ത്രീകളെന്ന് പറയുന്നത്, പുരുഷന്മാരെക്കാളിലും. അങ്ങനെയുള്ളൊരിടത്ത് ഈ രേണുസുധി കാണിച്ചു വെച്ചിരിക്കുന്നതൊക്കെ എന്താണ്? വീട് അലങ്കോലമാക്കി ഇടുന്നു. ഭയങ്കര ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു
പക്ഷേ ഷൂട്ടിന് പോയിട്ട് ക്ഷീണിച്ചൊക്കെ വരുന്നതുകൊണ്ടൊക്കെ ഭയങ്കര വലിയ മറ്റേ ബാഹുബലി KGF എന്നൊക്കെ പറയുന്ന സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളല്ലേ, അപ്പോൾ കുറേയൊക്കെ നല്ല ക്ഷീണം കാണും. അതിന് തെറ്റ് പറയാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കി എന്താ പറയാനുള്ളത് കേട്ട് നോക്കാം. ഉപേക്ഷ നിലയിൽ നിന്നാണ് വന്നത് വാർത്ത. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. കുഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ ഈ കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ്. അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്ത് കൊണ്ടുപോയി നശിപ്പിക്കും. കുഞ്ഞു പിള്ളേരല്ല, ആ പ്രായമാണ്. അതുപോലെ സൂചിച്ചേണ്ട അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ്. അതെടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല, ഒരുപാടുണ്ട് അവാർഡുകൾ, പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട്. അപ്പോൾ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാതെ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി. എൻ്റെ റൂമിൽ തന്നെ കട്ടിലിൻ്റെ ഐഡിയയിൽ ഞാനത് സേഫായിട്ട് വെച്ച സാധനമാണ്. ഞാൻ അറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നോ ഒന്നും അറിഞ്ഞില്ല. അല്ലാതെ എൻ്റെ അവാർഡുകൾ ഞാൻ ബാഗിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞാൽ അവാർഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞാൻ ബാഗിൽ നിന്ന് എടുത്ത് ആ മേശപ്പുറത്തോട്ട് വെക്കുന്നത്. അല്ലാതെ എൻ്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചിച്ചാണ്ട് അവാർഡിനെ എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല. ഇതാണ് സംബന്ധിച്ച കുഞ്ഞിനെ സംബന്ധിച്ച്. ആ കുഞ്ഞി ഇറക്കന് ഒന്നും അറിയില്ല, അവൻ എടുത്തുകൊണ്ട് അവിടെ ഇവിടെ ഇടുവെന്ന്. ആ കിച്ചു ചെയ്തിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടതല്ലേ, ആ കുഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് അച്ഛന് കിട്ടിയ അവാർഡാണ്, ഇത് അമ്മയ്ക്ക് കിട്ടിയ അവാർഡാണ്, ഇത് അച്ഛനും അമ്മയും കൂടി ഇരിക്കുന്നതാണ്, ഈ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും കുഞ്ഞ് വ്യക്തമായിട്ടും അവന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. നല്ല അറിവുള്ളൊരു കുഞ്ഞാണ്, അത്രയും പ്രായമുള്ള പക്വതയുള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ പറ്റിയാണ് രേണു വന്നിട്ട് പറയുന്നത്. അവനൊന്നിനും അറിവില്ല, അവൻ എവിടെയൊക്കെ കൊണ്ടിടും. അത് അന്യാധീനപ്പെട്ട് പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഓർമ്മകൾ നശിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ട് പിന്നാമ്പുറത്തങ്ങ് ഇട്ടതാണ്. അതായത് വേസ്റ്റ് ഇടുന്നിടത്തോട്ട് കുപ്പത്തൊട്ടിലോട്ട് സാധനം എടുത്ത് കളഞ്ഞിട്ട് പറയുകയാണ് അത് ഓർമ്മകൾ നശിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെന്ന്. കട്ടിലിനടിയിൽ കിടന്നാൽ എങ്ങനെ ഓർക്കും? അവിടെ കിടന്ന് പൊടിയടിച്ച് കിടന്നാൽ നിങ്ങൾ എങ്ങനെ ഓർക്കും? സുധിച്ചേട്ടനെ എന്തൊരു പ്രഹസനമാണ് പെണ്ണുമ്പിള്ളേ. പറയുന്നതിൻ്റെ ഒരു വാല്യൂ വേണ്ടേ? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും തമ്മിൽ അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ലല്ലേ ചേച്ചി? എന്തൊക്കെയാണ് ചേച്ചി കാണിച്ചു കൂട്ടുന്നത് അല്ലേ? അപ്പോൾ ബാക്കിയൊന്ന് കേട്ട് നോക്കാം. അവൻ ആ പ്രായമാണ്, അവനതെടുത്ത് നശിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരിക്കലും അതൊരു വിഷമമാകും. ചേട്ടൻ്റെ ആ ഒരു അവാർഡ് കളഞ്ഞ് ലാസ്റ്റ് കിട്ടിയ ആ ഒരു അവാർഡിനകത്ത് പൊടിഞ്ഞ് ആക്സിഡൻറ്റ് അടി പിടിച്ചേക്കുന്ന അവാർഡായിരുന്നു. 24-ന്റെ കണക്റ്റഡ് പ്രോഗ്രാമിന് കിട്ടി. അത് ഇടിച്ചിട്ട് അതിൻ്റെ സൈഡ് പോയിട്ട് അതിൻ്റെ ഒരു ബ്ലഡ് ഏട്ടൻ്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിന് കുഞ്ഞ് സ്കൂളിൽ പോയ സമയത്ത് ഞാൻ ചാക്കിൽ കെട്ടി കട്ടിലടി വെച്ചത്. പിന്നെ എങ്ങനെ കുഞ്ഞ് കണ്ടത്? അവൻ വന്ന സമയത്ത് കുഞ്ഞ് കറക്റ്റ് കൊണ്ട് കാണിക്കുന്നുണ്ട് ഇത് അച്ഛൻ്റെ അവാർഡ് കിട്ടിയ സാധനങ്ങളാണ്. കുഞ്ഞ് സ്കൂളിൽ പോയപ്പോൾ അവനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചാക്കിൽ കെട്ടിയെടുത്ത് അടിയിൽ വെച്ചതാണെന്ന് പറയുമ്പോഴും ആ കുഞ്ഞിന് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. എന്നിട്ട് അവൻ കൊണ്ട് കാണിക്കുന്നുണ്ട് ഇത് അമ്മയുടെ ട്രോഫിയാണെന്ന്. അവിടെ വെക്കേണ്ട സാധനങ്ങളെടുത്ത് അവിടെ അമ്മയുടെ ട്രോഫിയിലൊന്നും അവൻ ചെയ്യുന്നില്ലെങ്കിൽ അച്ഛൻ്റെ ട്രോഫിയിലും അവനൊന്നും ചെയ്യില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഒരു ന്യായീകരണവും, അതായത് അവൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി കൊണ്ട് എടുത്ത് ഒളിപ്പിച്ച് വെച്ചാണെന്ന്. എന്തൊരു പെണ്ണുമ്പിള്ളയാണ്, എന്തൊക്കെ കഥയാണ്. ഇനി ബാക്കി കഥയൊന്ന് കേട്ടു നോക്കാം. ആ ഒരു അടയാളം പോലും ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കാണ്. ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കാണ്. ബ്ലഡ് മാഞ്ഞു പോയാൽ എനിക്ക് പിന്നെ സൂക്ഷിക്കേണ്ട ഒരു വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അത്രയ്ക്ക് ഞാൻ സേഫായിട്ട് വെച്ചാണ്. പക്ഷേ ഇത് ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ചാൽ വേറൊരു സ്ഥലമില്ല അത് സേഫായിട്ട് വെക്കാൻ. അതിന് ഞാനൊരു നല്ല അവാർഡെല്ലാം ചാക്കിനകത്ത് വെച്ചതാണ്, അല്ലാതെ ഉപേക്ഷിച്ചതൊന്നുമല്ല. നമ്മൾ കാര്യം അറിയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് സത്യം തകർന്നു പോകുന്നത്. ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ അറിയാം ചുമ്മാ ഉടായ്പാണ്. എന്തോ ആരുടെയൊക്കെയോ കണ്ണിൽ പൊടി വാരിയിടാനുള്ളൊരു പരിപാടി. വീണ്ടും സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ വീട് പണിത് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ പറയുന്ന രേണു സുധിയുടെ ബിഹേവിയറിനെ പറ്റിയും രേണു സുധി പറഞ്ഞ പരാമർശങ്ങളെ പറ്റിയുമൊക്കെ രംഗത്തേക്ക് വന്നിട്ട് പ്രതികരിക്കുന്നുണ്ട്. അത് രേണു സുധി പറഞ്ഞത് ഈ വീട് പണിതത് നല്ല രീതിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീട്ടിൽ ചോർച്ചയാണ്, മഴ പെയ്യുമ്പോൾ ഫുൾ ചോർച്ചയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പ്രതികരണം. ആ പ്രതികരണത്തിനുള്ളൊരു മറുപടിയായിട്ടാണ് അദ്ദേഹം രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു വീഡിയോ ഓൺലൈൻ മലയാളി സ്പെഷ്യൽസ് എന്ന് പറയുന്ന ചാനൽ വന്നാണ്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഈ പറയുന്ന ഗ്ലാസിന്റെ ഇടയിലൂടെ വെള്ളം വീഴുക അല്ലെങ്കിൽ ചാക്കിലടിക്കുന്നത് തന്നെയാണ് ലൂവേഴ്സിനുള്ളിൽ കൂടെ ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അവർ നിർബന്ധമായിട്ട് പറയുകയാണ് ചോർച്ചയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നാളെ ഏതെങ്കിലും ഒരു ചോർച്ചയുടെ വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാമല്ലോ സോഷ്യൽ മീഡിയ വഴി. ഞങ്ങൾ പറയുന്നത് ചോർച്ചല്ല എന്ന് പറയാം. 2-3 തവണ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു തന്നെ വേറെ ആൾ വഴി. ഏത് രീതിയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുമെന്ന് പറയുന്നത് നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും. എൻ്റെ അതിൻ്റെ വോയിസ് റെക്കോർഡൊക്കെ ഉണ്ട്. നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലും നിങ്ങളുടെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിലല്ലേ സംഭവം? ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളെ ക്രെഡിബിലിറ്റിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വർക്ക് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വീടുമായി സഹകരിച്ച് ആർക്കെങ്കിലും വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലയന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുന്നത് വെച്ചാൽ ഇവർ വീടുണ്ടാക്കി കൊടുത്തിട്ട് 1 വർഷം പോലും ആയിട്ടില്ല, ആ വീട് ചോരാൻ തുടങ്ങി. ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ വീട് പണി ഏൽപ്പിക്കും? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ ശരിക്കും ഞങ്ങളുടെ ബിസിനസ്സിനെ അത് എഫക്ട് ചെയ്യുന്നതിനകത്ത് ഒരു സംശയമില്ല. കിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ മകന് 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ട്. അതെ, ആ വീഡിയോയിൽ ഞങ്ങൾ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി. എന്ന് വെച്ചാൽ ഒരു വീടാണെങ്കിലും നമ്മുടെ വാഹനമാണെങ്കിലും ഓഫീസാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിൽ പോലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇവർ വീട്ടിൽ നിന്ന് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് മോട്ടോർ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു ഇവരുടെ ഫാദർ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നത് എന്തോ ഇത് ക്ലോക്ക് എന്തോ താഴെ ഇവിടെ പൊട്ടിയെന്നാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാനിതിനൊക്കെ എന്താ ചെയ്യുക? അതുപോലെ ബൾബ് എന്തോ കത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. രേണു സുധിക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതായിരുന്നില്ല ഞങ്ങൾ തീരുമാനം കേട്ടോ. സത്യം പറഞ്ഞാൽ സുധിയുടെ 2 മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു ഞങ്ങൾ തീരുമാനം. അത് അന്നൊരു
വീടിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അല്ലാതെ ഫർണിച്ചർ അല്ലെങ്കിൽ മുട്ടിട്ട് കല്ലിടുക സ്പോൺസർ ചെയ്യുന്ന വീടുകളാണ് ഈ 5 എണ്ണം. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിന്റെ ക്വാളിറ്റിയിലോ കാര്യങ്ങളോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്? ഒരിക്കലും ഇല്ല. നിങ്ങൾ വീട് കണ്ട് നല്ല പറഞ്ഞത്. അതെ, അതിനകത്ത് പിശുക്ക് കാണിക്കാൻ അല്ലെങ്കിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫർണിച്ചർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ടി വി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഡൈനിങ് ടേബിൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, സോഫ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, വാട്ടർ പ്യൂരിഫയർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഫ്ലവേഴ്സ് ആണോ ഇത് ചെയ്യുന്നത് അതോ KHDC എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത്? ഒരു രണ്ടഭിപ്രായം പൊതുവെ ഗ്രൗണ്ടിൽ നേരത്തെ തന്നെ ഫ്ലവേഴ്സ് ചെയ്തു കൊടുക്കുന്നുള്ള ഒരു വാർത്തകളുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് എവിടെയും പറയുന്നത് കണ്ടില്ലേ, ഇദ്ദേഹം അവർക്കൊരു സമ്മാനമായി പണിത് കൊടുത്തൊരു വീടാണെന്നാണ് ഞാനിത് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ കൊടുത്തിരിക്കുന്ന വീടിനെ അതായത് ഉപകരിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് രേണുസുധിയോട് എനിക്ക് പറയാനുള്ളത്. ഇവർ നിങ്ങളെ ഉപദ്രവിക്കാൻ നിന്നല്ല, നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ നിങ്ങളെ സഹായിക്കാൻ നിന്നാണ്. അത് സുധിയെ കണ്ടിട്ടല്ല, അത് ആ മക്കളെ കണ്ടിട്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു വീട് പണിത് തന്നിട്ട് ഒരു ദാനം തന്നൊരു വീട്ടിൽ കയറി കിടന്നിട്ട് അവരെ പുച്ഛത്തോടുകൂടി കാണുകയും സഹായിച്ചവനെ അവന്റെ കച്ചവടവും അവന്റെ ബിസിനസ്സും എല്ലാം പൂട്ടാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഇവിടെ നമ്മൾ രേണുവിനെ കാണുന്നത്. ആരും സഹായിക്കാനില്ലാതിരുന്നപ്പോൾ ഈ വീട് പണിത് കൊടുക്കാനും അതേപോലെ തന്നെ അവിടെ വസ്തു കൊടുക്കാനും ഒക്കെ വന്ന ആളുകൾ ഇപ്പോൾ ആരായി? അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പലരെയും സഹായിക്കാത്തത്. നമ്മുടെ മുന്നിൽ ഒരാൾ വന്നാൽ പോലും നമ്മൾ കണ്ടില്ലെന്ന് കണ്ണടച്ച് വെക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഒരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ മാറി നിന്നുകൊണ്ട് കുറ്റം പറയാതെ കിട്ടിയത് വാങ്ങിക്കൊണ്ട് പോവുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. കിട്ടിയത് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ വീട് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് സർക്കാർ പണിത് കൊടുക്കുന്ന വീടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാതിയും പണി കഴിയാത്ത വീടുകളാണ്, ഇടിഞ്ഞ് വീഴാൻ ആ ഒരു അവസ്ഥയിലിരിക്കുന്ന വീടുകളാണ്. അങ്ങനെയുള്ള വീടുകൾ ഉള്ളിടത്ത് ഇദ്ദേഹം വലിയ വീടും പണിത് കൊടുത്ത് അവിടെ ഫർണിച്ചറും എല്ലാം ഇട്ട് കൊടുത്തിട്ട് രേണുസുധി പറയുകയാണ് അവിടെ മഴ പെയ്യുമ്പോൾ വെള്ളമെല്ലാം അകത്താണ്, ഇങ്ങനെയാണ് ഈ വീട് ഇങ്ങനെയാണ്, ഇവർ പണിഞ്ഞത് ശരിയല്ല, കേസ് കൊടുക്കും, ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കുമെന്ന്. എന്ത് യോഗ്യതയാണ് രേണു നിനക്കിത് പറയാനുള്ളത്? നിനക്കൊക്കെ ഒരു വീട് പണിത് തന്നപ്പോൾ നന്ദിയേട് കാണിക്കരുത്, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. അദ്ദേഹം വീട് പണിത് തരാൻ കാണിച്ചൊരു മനസ്സ് വലിയൊരു മനസ്സ് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് തെറ്റുപറ്റിയത് അർഹതപ്പെട്ട കൈകളിലേക്ക് അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതിലാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള നന്മകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത് അർഹതപ്പെട്ടവർക്കാണോ നിങ്ങൾ കൊടുക്കുന്നതെന്നുള്ളത്. അത് ഒരുപാട് റിസർച്ചുകൾ ചെയ്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ നന്ദികെട്ട ആളുകളുടെ കിട്ടിക്കഴിഞ്ഞാൽ അത് പണിത് കൊടുക്കുന്ന ആളുകൾ കൂടി അല്ലെങ്കിൽ അവരുടെ ജീവിതം കൂടി ഇതുപോലെ കോഞ്ഞാട്ടയാക്കി കളയും. എന്തൊക്കെ പ്രഹസനങ്ങളൊക്കെയാണല്ലേ രേണു കാണിക്കുന്നത്. ഈ സുധിയുടെ ഫോട്ടോ എടുത്ത് കട്ടിലിനടി വെച്ചതും സുധിയുടെ ട്രോഫി എല്ലാം എടുത്ത് കട്ടിലിനടി വെച്ചതും എല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു കാരണമായിരിക്കണം ഒരുപക്ഷെ ഈ വീട്ടിലെ ചോർച്ച എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും സഹായിച്ചവരെ ഒരുമാതിരി നിന്ദിച്ചുകൊണ്ടുള്ളൊരു സംസാരം ഉണ്ടല്ലോ, അത് അത്ര നല്ലതിനല്ല രേണു സുധി. ഇനിയെങ്കിലും മനസ്സിലാക്കുക, 2 പിള്ളേരുണ്ട്, ആ പിള്ളേരെ നിങ്ങൾ ഏത് രീതിയിലാണ് നോക്കുന്നത് അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ വലിയ അഭിനയം അങ്ങനെയൊന്നും ഞാനൊന്നും പറയുന്നില്ല, വ്യക്തിഹത്യയായിപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ആ പിള്ളേരുടെ ജീവിതം കൂടി നിങ്ങളിങ്ങനെ കാണിക്കുമ്പോൾ സഹായിക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്ന ആളുകൾ ഇനി അത് വേണോ എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കിനൊന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ ആ കുട്ടികളുടെ ജീവിതം അവിടെ വഴിമുട്ടി പോകും. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ആ കുട്ടികളുടെ ജീവിതം കൂടി നിങ്ങൾ കോഞ്ഞാട്ടയാക്കാതിരിക്കുക. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തതിന് നല്ലതെന്ന് പറയുക, മോശമാണെങ്കിൽ മോശമെന്ന് പറയാം. പക്ഷേ ചെയ്തതെല്ലാം മോശമാണെന്ന് പറയുന്നത് വല്ലാത്ത കഷ്ടം തന്നെയാണ് നിങ്ങളുടെയൊക്കെ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ചുമ്മാ അല്ല പയ്യന്മാരെല്ലാം അവിടെ യൂട്യൂബിലെടുത്തിട്ട് ഊക്കുന്നത്, കഷ്ടം തന്നെ.